മാത്യുമുളവേലിലച്ചന്റെ പുത്തൻ കുർബാനയിലെ നന്ദി പ്രസംഗത്തിൽ നിന്ന് എൻ്റെ കുടുംബാംഗങ്ങളെയാണ്, പ്രത്യേകിച്ച് നടുവിലെ പറമ്പിൽ കുടുംബാംഗം, എൻ്റെ അമ്മയുടെ കുടുംബം, തീർച്ചയായിട്ടും എൻ്റെ അമ്മച്ചി, അതുപോലെ ഞങ്ങളുടെ അച്ചായൻ, അവരിപ്പോൾ ദൈവസന്നിധിയിലാണ്. ഞാൻ ഒരു നല്ല പുരോഹിതനായി തീരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിയാണ് എൻ്റെ അമ്മച്ചി. ഈ ദിവസം വളരെ സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മച്ചി. തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ സന്തോഷം, ആനന്ദം അമ്മച്ചി കാണുന്നുണ്ട്, അച്ചായനുമുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോട് ഓർക്കുന്നു. എൻ്റെ 2 അങ്കിളുമാരെയും ആൻറ്റിമാരെയും കുടുംബാംഗങ്ങളെ എല്ലാവരുടെ മക്കളെയൊക്കെ ഓർക്കുകയാണ്. അവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ടാണ്. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അടുത്തതായിട്ട് ഓർക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ തന്നെ കുടുംബമായ മുളവേൽ കുടുംബാംഗങ്ങളെയാണ്. പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി, ഒരു വെള്ള ഉടുപ്പും അതുപോലെ തന്നെ ഈ കളർ ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ എല്ലാവരും മുൻപിൽ തന്നെ വന്നിരിക്കുന്നുവെന്ന്. അവരതിന് അർഹത തന്നെയാണ്, ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം അവർ ഇന്നത്തേക്ക് മാത്രം ഈ ഒരുങ്ങിയതല്ല, മറിച്ച് അവർ മാസങ്ങളായിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞ 20-ാം തീയതി മുതൽ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് കുടുംബ പ്രാർത്ഥന നടത്തുകയും ഈ എൻ്റെ പട്ടത്തിനും പൗരോഹിത്യ സ്വീകരണത്തിനും ഒരുക്കമായിട്ട് അവരവരെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് എല്ലാവരും കുടുംബം ഒരുമിച്ച് പോയി കുമ്പസാരം നടത്തുകയും അതിനുവേണ്ടി തന്നെ അവർ എനിക്ക് കിട്ടേണ്ട കൃപ അവർ മൂലം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി അവരവരെ തന്നെ വിശുദ്ധീകരിച്ചു, അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടെ തന്നെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും, എനിക്ക് എൻ്റെ ഉപ്പാപ്പന്മാരെ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും എൻ്റെ അപ്പന്മാർ തന്നെയാണ്. തീർച്ചയായിട്ടും അമ്മമാരെയും എല്ലാ കൊച്ചുമക്കളെ, എൻ്റെ സഹോദരങ്ങളെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ സഹോദരനെയാണ്. ഇപ്പം ലൈവ് കാണുന്നുണ്ട്. അവിടുത്തെ അച്ചേട്ടൻ പുറത്താണ്, പക്ഷേ ഈ ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ വിളിച്ചു, സംസാരിച്ചു. അപ്പം തീർച്ചയായിട്ടും എന്നെ അനുഗ്രഹിക്കുന്നു എൻ്റെ ജ്യേഷ്ഠൻ. കാരണം എന്നെ ഒത്തിരി സഹായിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ജ്യേഷ്ഠൻ. ഈ അവസരത്തിൽ ജ്യേഷ്ഠനെയും ചേച്ചിയും ഞങ്ങളുടെ കൊച്ചിനെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഞങ്ങളുടെ അമ്മച്ചിയും അപ്പച്ചനെയും ഞങ്ങളുടെ കുഞ്ഞു അഞ്ചായനെയും രായിച്ചായനെയും അതുപോലെ തന്നെ അനിലിനെയും ഏറെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഈ ദിവസം ഒത്തിരി ആഗ്രഹിച്ച വ്യക്തിയാണ് എൻ്റെ ജ്യേഷ്ഠൻ. അവനെ ഞാൻ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അവസാനമായിട്ട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുക എൻ്റെ മാതാപിതാക്കൾക്കാണ്. തീർച്ചയായിട്ടും വലിയ നന്ദിയുടെ വാക്ക്. കാരണം നിങ്ങൾ എന്നോട് ഞാൻ സെമിനാരിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വേണമെങ്കിൽ ആ 15 വയസ്സുള്ള ബാലനെ നിങ്ങൾക്ക് തടയാൻ പറ്റുമായിരുന്നു. പക്ഷേ അവർ അതിനെ തടയാതെ ഞാൻ എൻ്റെ ആഗ്രഹം എന്താണോ അത് തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അവസാനം വരെ ഇന്ന് വരെ എല്ലാ ദിവസങ്ങളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ എല്ലാ കുറവുകളെയും വിഷമങ്ങളെയും ദുഃഖങ്ങളെയും അറിയാവുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടും. തീർച്ചയായിട്ടും നന്ദി കൊണ്ട് തീരുന്ന ഒരു ബന്ധമല്ലല്ലോ ഇത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അവർ 2 പേരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ സെമിനാരിയിൽ നിങ്ങൾക്കറിയാം, ഒരു പുരോഹിതനാകുമ്പോൾ പ്രധാനപ്പെട്ട കുറേ പരീക്ഷകളിലൂടെയൊക്കെ കടന്നു പോകണം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷയുള്ള ദിവസങ്ങൾ അമ്മ താഴത്തെ കവർച്ചാപ്പലിൽ വന്ന് അമ്മയും അപ്പനും പ്രാർത്ഥിക്കും. മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെയൊക്കെ വലിയ ഒരു നന്മയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വലിയ സമ്മാനം എൻ്റെ പൗരോഹിത്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അറിയപ്പെടുക അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അപ്പനും എന്നാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ തന്നെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഒക്കെ ആയിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളെ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ കരുതിയതിന്, എനിക്ക് കൂട്ടായതിന്, എന്നെ എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി സഭയ്ക്ക് വിട്ടുകൊടുത്തതിന് തീർച്ചയായിട്ടും നന്ദിയോടെ ഈ അവസരത്തിൽ എൻ്റെ മാതാപിതാക്കളെ ഓർക്കുകയാണ്. എൻ്റെ ദൈവവിളിയിൽ വലിയ പങ്ക് വഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എൻ്റെ അച്ചാച്ചനും അമ്മയും.
തീർച്ചയായിട്ടും ഈ രണ്ട് വ്യക്തികളെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദിയോടെ ഓർക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഈ ടെൻഷൻ്റെയൊക്കെ പുറത്ത് പറഞ്ഞു പോകുന്നതാണ്, അറിയില്ല. എങ്കിലും തീർച്ചയായിട്ടും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും നിങ്ങളെന്നെ പ്രാർത്ഥനകളിൽ ഓർക്കുക. നല്ല ഒരു പൗരോഹിത്യം ജീവിക്കുവാനായിട്ട് എനിക്ക് ഇടയാകട്ടെ എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. വിശുദ്ധനായ ഒരു പുരോഹിതനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പട്ടത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ കാണുകയുണ്ടായി, വന്നി പിതാവ് കാപ്പയ്ക്കുള്ളിൽ കയറ്റി പ്രാർത്ഥിച്ചു. ഞാൻ അത്രയും സമയവും പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അവസാന ശ്വാസം വരെ ഒരു പുരോഹിതനടുത്ത ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവിടുത്തെ കൃപകൾ കൊണ്ട് എന്നെ നിറച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. കുർലോസ് തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ, പ്രസംഗത്തിനിടയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇനിയുമാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. ബാവ തിരുമേനി പറഞ്ഞ പോലെ ഇനിയുമാണ് കളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയുടെ വലിയൊരു കൃപയുണ്ടെങ്കിൽ മാത്രമേ പൗരോഹിത്യം എന്നിൽ ജീവിക്കുകയും അത് ഫലദായകമാവുകയും ചെയ്യുള്ളൂ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സമയം ഒത്തിരി ദീർഘിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ നന്ദി പ്രസംഗം ഞാൻ അവസാനിച്ചു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് സ്വപ്നം കണ്ട പൗരോഹിത്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ പ്രഥമ ദിവ്യബലി അർപ്പണത്തിലൂടെ പൂർത്തിയായിരിക്കുന്നത്. എനിക്കറിയാം, ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ്, കാലഘട്ടത്തിലേക്കാണ് ഞാനൊരു പുരോഹിതനായിട്ട് ഇറങ്ങുക. വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു കാണിച്ചു തന്ന മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഒരു പുരോഹിതനായി തീരുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്, അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒന്നിരായ വൈദികരുടെ മാതൃക പിൻചെന്നുകൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ നന്ദിയോടെ ഓർക്കേണ്ടതായിട്ടുള്ള ഒത്തിരിയധികം വ്യക്തികളുണ്ട്. ആദ്യമേ തന്നെ വന്യരായ പിതാക്കന്മാരെ ഓർക്കുന്നു. അതായത് നമ്മുടെ പള്ളിയിൽ 7 വന്നി പിതാക്കന്മാരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നുണ്ട്. കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യവും സൗഭാഗ്യവുമാണ്. കാരണം 7 പിതാക്കന്മാർ പള്ളി കൊള്ളുന്ന ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധ മദ്ബഹായുടെ ത്രോണോസിൽ ബലി അർപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുട്ടുകളൊന്ന് കൂട്ടിയിടിക്കും. കാരണം അത്രമാത്രം പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഒരു മണ്ണാണ് ഈ കത്തീഡ്രൽ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ ഇടം. അപ്പോൾ തീർച്ചയായിട്ടും പിതാക്കന്മാരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളും ഈ സാഹചര്യങ്ങളുമൊക്കെ. തീർച്ചയായിട്ടും മൺമറഞ്ഞു പോയ എല്ലാ വന്യരായ പിതാക്കന്മാരെയും ശ്രേഷ്ഠരായ ആചാര്യന്മാരെയും ഈ അവസരത്തിൽ ആദ്യമേ തന്നെ ഞാൻ ഓർത്തുകൊണ്ട് എൻ്റെ നന്ദി പ്രസംഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചുകൊള്ളട്ടെ. 2012 ഞാൻ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നത്. ഏതാണ്ട് 15 വയസ്സുള്ള ഒരു ബാലൻ. തീർച്ചയായിട്ടും കുട്ടിക്കാലം മുതലേ പുരോഹിതനാകണമെന്നുള്ള വലിയ ഒരു താല്പര്യം ഓർമ്മ വെച്ച നാൾ മുതലേ ഉണ്ടായിരുന്നു. അത് അവസാനം വരെ, ഇന്ന് വരെ അത് അതേപോലെ തന്നെ എനിക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചു എന്നത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നന്ദിയുടെ വാക്ക് ഞാൻ അറിയിക്കുമ്പോൾ ആദ്യമേ തന്നെ സർവേശ്വരനായ ദൈവത്തിന് നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം നാളിതുവരെ എന്നെ പിന്താങ്ങിയ എൻ്റെ എല്ലാ ബലഹീനതകളിലും എന്നെ മനസ്സിലാക്കി എന്നെ സംരക്ഷിച്ച എൻ്റെ പൊന്നു തമ്പുരാന് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാനായിട്ട് എന്നെ വിളിച്ചെടുപ്പിച്ച ആ പരിശുദ്ധ പരമ കാരുണ്യവാനെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്.
നിങ്ങൾക്ക് അറിവുള്ളതുപോലെ അഭിവന്ദ്യനായ കൂർലോസ് തിരുമേനി 10ാം ക്ലാസ് ശേഷം സെമിനാരിയിൽ പ്രവേശിച്ചപ്പോൾ വന്നി പിതാവാണ് ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ സെമിനാരിയിലേക്ക് ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരപ്പൻ്റെ കാർക്കശ്യത്തോടെയും അതിലുപരി ഒരമ്മയുടെ സ്നേഹവും നൽകിയാണ് ഞങ്ങൾ ഓരോരുത്തരെയും വന്നി പിതാവ് ഈ ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങളെ വളർത്തിയെടുത്തത്. തീർച്ചയായിട്ടും വന്നി പിതാവിൻ്റെ വലിയ സ്നേഹവും ആ ഒരു കരുണയുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ വേഷത്തിലേക്ക് ആയിരിക്കുക അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. തീർച്ചയായിട്ടും വന്നി പിതാവ് കൊണ്ട് എൻ്റെ ഞാൻ ആദ്യമായിട്ട് അർപ്പിച്ച എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുകയും എന്നെ അനുമോദിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ അഭിവന്യ പിതാവിനോടുള്ള ഏറ്റവും ഹൃദയംഗമമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എൻ്റെ മൈനർ സെമിനാരിയാണ്. സത്യത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ചെന്ന് കയറി എൻ്റെ വീടാണ്. ഞങ്ങൾക്കൊക്കെ ഒരു സ്വന്തമായിട്ടൊരു വീടെന്ന് പറയാനുള്ളത് തിരുവല്ലയിലുള്ള ഞങ്ങളുടെ സെമിനാരിയാണ്, ഞങ്ങളുടെ വീടാണ്. എന്നെ സെമിനാരിയിലേക്ക് എടുത്തത് ബഹുമാനപ്പെട്ട അലക്സ് കണ്ണമലേച്ചനാണ്. 4 വർഷക്കാലം അലക്സ് കണ്ണമലേച്ചനായിരുന്നു എൻ്റെ റെക്ടറച്ചൻ. എൻ്റെ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തലുകൾ നൽകി ഒരു പുരോഹിതനാകുവാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നെ ഇതുപോലത്തെ പ്രസംഗ മേശയിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. കാരണം അച്ഛനൊരു ബോധ്യം ഉണ്ടായിരുന്നു നാളെ ഞാൻ ഇതുപോലെ നിന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സ്നേഹത്തോടെ അച്ഛനെയൊക്കെ ഓർക്കുന്നു. ഈ അവസരത്തിൽ നന്ദിയോടെ ജീവിതത്തിൽ തന്ന പാഠങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമൊക്കെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ബഹുമാനപ്പെട്ട റെക്ടറച്ചിനെ ഓർക്കുന്നു. അത് ഉപക്കുറ്റി വിശേഷം മാഷൻ കപ്പൂച്ചിനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ അതായത് ഞങ്ങൾ SCSലാണ് പഠിച്ചത്. ഞങ്ങൾ റജിനാമുന്തി SCS ഒരുമിച്ചാണ്, ഒരേ ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ദൈവവിളി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് തീരുമാനിച്ചതും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് സെമിനാരിയിൽ പോകുവാനായിട്ട് തീരുമാനിച്ചത്. ഒത്തിരി മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സങ്കടവും ഉണ്ടാകും. കാരണം ഞങ്ങൾ ഒരേ സമയം ഒരുപോലെ ചിന്തിച്ചു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരണമെന്ന്. അത് ദൈവം ഇന്ന് സഫലമാക്കിയിരിക്കുകയാണ്. അടുത്ത ഡിസംബറിൽ ദൈവകൃപയാൽ ഷമ്മാശനും വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, കോൺഗ്രിഗേഷൻ സെമിനാറിലാണ്. അവിടെ നിന്നൊക്കെ ഒരു അവധി കിട്ടി ഇവിടെ വരിക എന്നൊക്കെ പറഞ്ഞാൽ പട്ടത്തിന് വേണ്ടിയൊക്കെ വിടും. ഷമ്മാശൻ എനിക്ക് വേണ്ടി 25-ാം തീയതി വൈകിട്ടേ ഇവിടെ വന്നതാണ്. അത് വലിയൊരു സ്നേഹമാണ് ഷമ്മാശൻ്റെ. അത് ഞാൻ ഷമ്മാശന് ഔദ്യോഗികമായിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ബിജോയി എന്നും എനിക്ക് താങ്ങാണ്, സപ്പോർട്ടാണ്. എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഞാൻ സമീപിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സഹായം ചെയ്തു തരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഈ അവസരത്തിൽ ഷമ്മാശനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോയൽ പാറക്കുഴി ഷമ്മാശൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ബ്രദർ ഷമ്മാശൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം സെമിനാരി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ അവധിക്ക് വരുമ്പോൾ ഒരുമിച്ചായിരുന്നു കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്, ആ ഭക്ഷണമൊക്കെ ചൂടാക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഇനി ഒറ്റയ്ക്കാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പണ്ട് ഞാനും ഇതുപോലൊക്കെ ആയിരുന്നു, ഷമ്മാശൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി, ഇതൊക്കെ തമാശയ്ക്ക് പറഞ്ഞു. പക്ഷേ എന്നോട് കാണിക്കുന്ന വലിയ സ്നേഹമാണ്. ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി ഓടുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വരുന്നവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനൊക്കെ ജോയൽ ഷമ്മാശൻ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷമ്മാശനെ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ബ്രദർ കെവിൻ നമ്മുടെ ഇടവകാംഗം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഫിലോസഫി കോട്ടയത്ത് പഠിക്കുന്നു. ബ്രദർ കെവിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. ബ്രദർ റെനലിനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചില്ല. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒട്ടും വിസ്മരിക്കുവാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. നിങ്ങളങ്ങനെ കാണുവാനായിട്ട് സാധ്യത കുറവാണ്. എല്ലാത്തിൻ്റെ പിൻപിലാണ്, അതായത് മദ്ബഹായുടെ പുറകിലാണ്. ഇവിടുത്തെ കപ്പിയാർ ബാബു കുട്ടിച്ചായൻ. ഇവിടെ ഞാൻ എൻ്റെ ഫിലോസഫി പോകുന്ന സമയത്താണ്, 4th ഇയറിലാണ് ബാബുക്കുട്ടിച്ചാൻ ഇവിടെ കപ്പിയാരായിട്ട് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട്, ശുശ്രൂഷാപരമായിട്ട് സംശയമുണ്ടെങ്കിൽ ബാബുക്കുട്ടിച്ചായൻ കൃത്യം പറഞ്ഞു തരും. ബ്രദറെ ഷമ്മാശ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എന്നോട് ബാബുക്കുട്ടിച്ചായൻ ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്, ബാബുക്കുട്ടിച്ചായ എന്തെങ്കിലും ജോലിയൊക്കെ നിർത്തി പോകുമെന്ന് ചോദിച്ചു വീട്ടിലോട്ട്. അപ്പം എന്നോട് അന്ന് പറഞ്ഞത്, ഞാൻ അച്ഛനായി എൻ്റെ പുത്തൻ കുർബാന ചൊല്ലുന്ന എനിക്ക് വേണ്ടി വീഞ്ഞും വെള്ളവും ഓസ്തിയും ഒരുക്കി വെച്ചിട്ടേ പോകത്തുള്ളെന്നാണ് പറഞ്ഞത്. അപ്പം വികാരിയച്ഛൻ ശ്രദ്ധിച്ചുകൊള്ളുക, ഇനിയും പോകാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ബാബുക്കുട്ടിച്ചായനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഏറെ സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുക നമ്മുടെ അടുത്തുള്ള മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനെയാണ്. ഞങ്ങൾ സെമിനാരിയിൽ ചേരുമ്പോൾ മുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഈ സിസ്റ്റേഴ്സ്. ഞങ്ങളുടെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്.
തീർച്ചയായിട്ടും അവർ ഇപ്പോഴും, അതായത് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പട്ടത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യം എനിക്കറിയാം. ഒരുപക്ഷെ അവർക്ക് ലൈവ് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ അവരിത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. തീർച്ചയായിട്ടും എല്ലാ വെണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട് ഈ കുളക്കാട്, അതായത് തിരുവല്ല ഭാഗത്തായതുകൊണ്ട് എൻ്റെ വീട് ചുറ്റപ്പെട്ട് കിടക്കുന്നത് അനേകം മഠങ്ങളുണ്ട്. അതായത് ബസീലിയൻ മഠം, തിരുമൂലപുരം മഠം, ഹോളി സ്പിരിറ്റ് മഠം, ഇങ്ങനെ മഠങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭവനമാണ്, ഒരു വീടാണ് ഞങ്ങളുടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബസീലിയൻ കമ്മ്യൂണിറ്റിയും തിരുമൂലപുരത്തുള്ള ബദനി മഠത്തെയും അതുപോലെ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സിനെയും അവിടുത്തെ മദർമാരെയും ആ കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇനിയും എനിക്ക് നന്ദിയോടെ ഓർക്കുവാനായിട്ടുള്ളത് 2 വ്യക്തിത്വങ്ങളാണ്. ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ആദ്യം പറഞ്ഞു പോയാൽ അത് നിങ്ങൾ മറക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഓർമ്മയിൽ ഈ നന്ദി ഉണ്ടാകണം. ഞാൻ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ വികാരിയച്ഛനെയും എൻ്റെ കൊച്ചച്ഛനെയുമാണ്. നിങ്ങൾ ഒരുപക്ഷെ വികാരിയച്ഛനെയൊക്കെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുവാണെങ്കിലും അച്ഛൻ്റെ ഇതൊന്നും, ഈ നന്ദി ഒന്നും ഒട്ടും ആഗ്രഹിക്കാത്ത വ്യക്തി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാ ക്രമീകരണങ്ങളും, ഒരു കുറവും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു കുറവും ഈ ദേവാലയത്തിലില്ല. കാരണം ഒരച്ഛനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുത്തൻ കുർബാന ചൊല്ലുന്ന ഒരു അച്ഛനെ സംബന്ധിച്ച് ടെൻഷനാണ്. ദൈവമേ പള്ളിയിൽ എന്തായിരിക്കും കാര്യങ്ങൾ നടക്കുക, എന്തൊക്കെ ചെയ്യണമെന്നുള്ള ടെൻഷൻസാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പുന്നക്കുളം അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ കാര്യമായിട്ട് ഒരുങ്ങി ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല ക്രമീകരണങ്ങൾ നടത്തുകയും എനിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരും. എങ്കിലും എൻ്റെ പേടി കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കും, അച്ഛാ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ എന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറയും, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അച്ഛൻ പറയുന്ന ഒറ്റ കാര്യമാണ്, പ്രാർത്ഥിച്ചൊരുങ്ങുക. ഇതാണ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എൻ്റെ വികാരിയച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. എൻ്റെ പ്രഥമ ദിവ്യ അർപ്പണത്തിൽ എൻ്റെ വികാരിയച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഓർത്തു. കാരണം അച്ഛൻ എനിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നെയാണ്. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തി തന്നെയാണ് ബഹുമാനപ്പെട്ട മാത്യു പുനക്കുളത്തിൽ അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛൻ കാണിക്കുന്ന വലിയ സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥനകളിൽ അച്ഛനെ ഓർക്കുമെന്നും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദിയോടെ ഓർക്കുന്നത് ഇവിടുത്തെ അസിസ്റ്റൻ്റ് വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു മൂലയിൽ അച്ഛനാണ്. ഞങ്ങളൊക്കെ 1 വർഷം ജൂനിയർ സീനിയർ ബന്ധമാണ്. എൻ്റെ തൊട്ട് മുൻപേ സെമിനാരിൽ വന്ന അച്ഛനാണ്. തീർച്ചയായിട്ടും ആ ഒരു ബന്ധം അന്നും ഇന്നും ഇനിയും എന്നും നിലനിർന്ന് പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അച്ഛൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, കാരണം അച്ഛൻ തൊട്ട് മുൻപത്തെ വർഷം അച്ഛനായതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനാണ് ഓർമ്മപ്പെടുത്തി തരുന്നത്. അച്ഛനോട് ഇഷ്ടംപോലെ തിരക്കുണ്ട് എങ്കിൽ പോലും ബഹുമാനപ്പെട്ട അച്ഛനാണ് എൻ്റെ ഈ കുപ്പായത്തിൻ്റെ ഫ്ലീറ്റൊക്കെ ഇട്ട് തരുന്ന അച്ഛനോട്. അത് പട്ടത്തിന് മുന്നോടിയായിട്ട് അച്ഛൻ പറഞ്ഞത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് അച്ഛൻ തന്നെ അതെല്ലാം ചെയ്തു തരുന്നു. ഈ അവസരത്തിൽ അച്ഛനോട് ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പണ്ട് മൈനർ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തമാശയ്ക്ക് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാനെങ്ങാനും നിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് വന്ന പട്ടം നടത്താനുള്ളതെന്ന് പറഞ്ഞു. അത് വലിയൊരു ദൈവാനുഗ്രഹം പോലെ അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മാത്യു മൂലയിൽ അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അച്ഛന് പുരോഹിതനായിട്ട് ഇന്നലെ 1 വർഷം തികയുകയായിരുന്നു. അച്ഛനെ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്.